أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പരമദയാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും കൂട്ടത്തിലാകുന്ന സമയത്തും രഹസ്യ പരസ്യങ്ങളിലെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് അവനേറെ പ്രിയപ്പെട്ട രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് പറയുന്ന എന്നെ വിസ്മരിക്കാതെ ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഇരുത്തവും സംസാരവും എല്ലാം ഉപകാരപ്പെടുന്ന അമലാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മാറുന്ന ലോകവും നമ്മുടെ മക്കളും ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഏതാനും ചില കാര്യങ്ങൾ അതീവ ഗൗരവത്തോടുകൂടി പറയണം, ഓർമ്മപ്പെടുത്തണം, ഉപദേശിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മക്കളെക്കുറിച്ച് ഒരുപാട് കിനാവുകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഓരോ രക്ഷിതാക്കളും. അവനവന്റെ മക്കളുടെ പേരിൽ അറിയപ്പെടാനും അതിൽ അഭിമാനം കൊള്ളുവാനുമാണ് എല്ലാവർക്കും പ്രിയം. അറബ് നാടുകളിലൊക്കെ സ്വന്തം പേര് വിളിക്കുന്നതിനേക്കാൾ സ്വന്തം മക്കളുടെ പേരിലേക്ക് അവനവന്റെ പേര് ചേർക്കപ്പെട്ട് വിളിക്കപ്പെടുന്നതാണ്, അത് കേൾക്കുന്നതാണ് അവർക്കൊക്കെയും ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ മക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില വചനങ്ങൾ ഏറെ പ്രസിദ്ധമാണ്, പ്രസക്തമാണ്. മക്കളുള്ളവരുണ്ടാകും, മക്കളില്ലാത്തവരുണ്ടാകും, മക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറായിന്റെ 49-50 സൂക്തങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ചിന്തിക്കാൻ ഉതകുന്ന തരത്തിൽ അല്ലാഹു ആ വാചകം ഇങ്ങനെ പറയുന്നുണ്ട്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. യഖ്ലുഖു മാ യശാ. അവൻ ഉദ്ദേശിക്കുന്നവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. ചില ആളുകൾക്ക് അള്ളാഹു ആൺമക്കളെ കൊടുക്കുന്നു, ചില ആളുകൾക്ക് അള്ളാഹു പെൺമക്കളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ. ചില ആളുകൾക്ക് അള്ളാഹു ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി കൊടുക്കുന്നു. പക്ഷെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വർത്തമാനം വയജഅലു മൻ യശാഉ അഖീമ. ചില ആളുകളെ അല്ലാഹു വന്ധ്യരാക്കുകയും ചെയ്യുന്നു. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എത്രയൊക്കെ തേടിയിട്ടും എത്രയൊക്കെ പ്രതിവിധികൾ അന്വേഷിച്ചിട്ടും എത്രയൊക്കെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടും ഒരുപാട് നോമ്പെടുത്തും അല്ലാതെയും എല്ലാം അള്ളാഹുവിനോട് രാവും പകലും ഇരുന്നാലും ചില ആളുകൾ അള്ളാഹു ഇങ്ങനെ വന്ധ്യരാക്കി നിർത്തും. അവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കുകയില്ല. നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകാം അത്തരം കുറെ ദമ്പതികൾ. നമ്മൾക്കൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറായിന്റെ 49-50 ആയത്തുകൾ. ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്ന ഭാഗം
ഇന്നഹു അലീമുൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലിയ ആഴമുണ്ട് ഈ രണ്ടു വാക്കുകൾക്ക്. അള്ളാഹു സർവജ്ഞനാണ്, സർവശക്തനാണ് എന്നാണ് ആ സൂക്തങ്ങളുടെ ആകത്തുക. നമ്മൾ ആലോചിച്ചു നോക്കുക, അള്ളാഹു എന്ന ആ മഹാശക്തിയെക്കുറിച്ച്. എല്ലാത്തിനും കഴിവുള്ളവൻ, എല്ലാത്തിനും പോന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു വസ്തു ഉണ്ടാക്കണം എന്നുണ്ട് എങ്കിൽ അതിനോട് കുൻ എന്ന് പറയേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഫയകൂൻ, അപ്പൊ അത് ഉണ്ടാവുകയായി. അങ്ങനെയുള്ള ഒരു അള്ളാഹു ഒരു പുരുഷന്റെ പോലും സഹായമില്ലാതെ മറിയം ബീവിക്ക് ഈസാ നബിയെ കൊടുത്ത അള്ളാഹു, വാർദ്ധക്യത്തിന്റെ കൊടുമുടിയിലെത്തിയ സക്കരിയ നബിക്ക് യഹിയ നബിയെ കൊടുക്കുന്ന അള്ളാഹു, ഏറ്റവും ആഴമേറിയ നൈൽ നദിയിൽ മൂസാ നബിയെ ഒഴുക്കി വിടുമ്പോൾ തിരിച്ചു ഉമ്മയുടെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്ത അള്ളാഹു, ആ തീക്കുണ്ടാരം ഇബ്രാഹിം നബിക്ക് തണുപ്പാക്കി കൊടുത്ത അള്ളാഹു, യൂനസ് നബി ആ വലിയ മത്സ്യത്തിന്റെ വയറ്റിന്ന് പുറത്തു കൊണ്ടുവന്ന അള്ളാഹു, ആ റബ്ബ് ഖദീറാണ്, സർവശക്തനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു അള്ളാഹു അലീമും കൂടെയാണല്ലോ, സർവജ്ഞനും കൂടെയാണ്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും തേടിയിട്ടും ഒരുപാട് പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഏൽക്കേണ്ടി വന്നിട്ടും എനിക്ക് അള്ളാഹു മക്കളെ നൽകിയിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്റെ റബ്ബ് അലീമും കൂടെയാണ് എന്നതാണ്. സർവജ്ഞനാണ് എന്റെ റബ്ബ്. മക്കൾ എനിക്കുണ്ടാകുന്നത് ഖൈറാണോ ഷർറാണോ എന്ന് എനിക്കറിയില്ല. ആത്യന്തികമായിട്ട് അതിന്റെ എല്ലാം ഉത്തരം അള്ളാഹുവിന്റെ പക്കലാണ്. ആ അള്ളാഹു എനിക്ക് അത്രമേൽ ഞാൻ പ്രാർത്ഥിച്ചു. നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു എപ്പോഴാണ് ഉദ്ദേശിക്കുക, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നു നമ്മൾ. നമ്മുടെ ആഗ്രഹവും അള്ളാഹുവിന്റെ വിധിയും രണ്ടും യോജിച്ച് വരുന്നതിനാണ് തൗഫീഖ് ഉണ്ടാവുക എന്ന് പറയാം. ആ റബ്ബ് നമ്മൾ കുറെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം തന്നിട്ടില്ല എങ്കിൽ, കുറെ തേടിയിട്ടും നമ്മൾക്ക് അള്ളാഹു നൽകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന് തണുപ്പാണത് എന്നാണ്, നിന്റെ സ്നേഹമാണത് എന്നാണ്. എനിക്കറിയില്ല എന്റെ മക്കൾ എനിക്ക് നന്മയാണോ തിന്മയാണോ എന്ന്. ആ മക്കളെ ഞാൻ ചോദിച്ചിട്ടും എനിക്ക് തരുന്നില്ല എങ്കിൽ, തരാൻ കഴിവുള്ള നീ എനിക്കത് തടഞ്ഞു വെക്കുന്നുവെങ്കിൽ അതിലാണ് നിന്റെ സ്നേഹമെന്ന് ഞാൻ അറിയുന്നു എന്ന് ഉൾക്കൊള്ളാൻ മക്കളില്ലാത്ത ദമ്പതികൾക്ക് സാധ്യമാകണമെന്ന് സാരം. ഞാൻ പറഞ്ഞു വന്നത്, ആമുഖമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ അത് അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്മാനമാണ് എന്ന് തിരിച്ചറിയണം. ഗിഫ്റ്റാണത്, അള്ളാഹു നൽകിയ ഗിഫ്റ്റ്. നമ്മുടെ ആരുടെയും കേമത്തരങ്ങൾ കൊണ്ടല്ല, നമ്മൾക്ക് കഴിവുണ്ടായത് കൊണ്ടല്ല മക്കൾ ഉണ്ടായത്. ഈ വന്ധ്യരായ ദമ്പതികൾക്ക് കുടുംബത്തിലെ പല പരിപാടികൾക്കും പോകാൻ വലിയ വൈമനസ്യം കാണിക്കും, മടി കാണിക്കും. എന്തുകൊണ്ടാണ്? അവിടെ പോയാൽ കുറെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. കല്യാണം കഴിഞ്ഞില്ലേ? ഇത്ര കാലായി, എത്ര കുട്ടികളാ? മക്കളൊന്നുമില്ല. പിന്നെ കാണിച്ചില്ലേ, ആർക്കാ പ്രശ്നം? പിന്നെ എന്റെ വകയില് മൂത്തമ്മാന്റെ ഇളയമാന്റെ പേരക്കുട്ടി അവിടെ പോയപ്പോ റിസൾട്ട് ഉണ്ടായി, നിങ്ങൾക്ക് വേണോ? ആത്മാർത്ഥമുണ്ട്. പിന്നെ അടുത്തൊരു വർത്താനം ഉണ്ടാവും, എനിക്ക് 6 കുട്ടികളാ, എനിക്ക് 8 മക്കളാ. ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി ഉള്ള പ്രയാസം കൊണ്ട് കുടുംബത്തിലെ പലതിനും പോകും. നമ്മൾ ആലോചിക്കണ്ടേ, എനിക്ക് കുട്ടി ഉണ്ടായത് എന്റെ ഒരു കഴിവ് കൊണ്ടല്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്മാനമാണ് നമ്മുടെ കുട്ടി. നമ്മുടെ കുട്ടി നമ്മൾക്കുണ്ടായതിലൂടെയാണ് ഉമ്മ അല്ലെങ്കിൽ ബാപ്പ എന്ന ഒരു പദവി അലങ്കരിക്കുവാൻ, അത് ആ പല പദവിയിലേക്ക് നമ്മൾ എത്തുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്റെ കുട്ടി. അതിലൂടെയാണ് ഞാനൊരു ബാപ്പയായത്, അതിലൂടെയാണ് ഞാനൊരു ഉമ്മയായത്. അതുവരെ ഞാൻ ഏതോ ഒരു സഹോദരനായിരുന്നു, ഒരു മകനായിരുന്നു, ഒരു മകളായിരുന്നു, ഒരു പെങ്ങളായിരുന്നു, ഒരു ഭാര്യയായിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറം മാതാവ് എന്നുള്ള അല്ലെങ്കിൽ പിതാവ് എന്നുള്ള അതിമഹത്തരമായ ഒരു പദവി അള്ളാഹു എനിക്ക് നൽകിയത് എന്റെ കുട്ടിയിലൂടെയാണ്. ആ കുട്ടിയെ അള്ളാഹു എനിക്ക് അമാനത്തായിട്ട് ഏൽപ്പിച്ചതാണ്. അമാനത്തായിട്ട് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിയെ എന്റെ റബ്ബ് എന്റെ കൈകളിലേക്ക് തന്ന സമയം എന്റെ കുട്ടി നൈർമല്യം നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു, കളങ്കമില്ലാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. പല ആൾക്കാരും പറയലുണ്ട്, എന്റെ കുട്ടിയാകെ വഴിതെറ്റിപ്പോയി, എന്താ ചെയ്യാ, എന്താ ഇനി പരിഹാരമുള്ളത്? നമ്മൾ ആലോചിക്കണ്ടേ, അള്ളാഹു നമ്മൾക്ക് നമ്മുടെ കുട്ടിയെ തന്നത് ആ കുട്ടിന്റെ 25-ാമത്തെയും 30-ാമത്തെയും വയസ്സിലല്ലോ. നമ്മുടെ കയ്യിലിട്ട് താലോലിക്കാവുന്ന, നമ്മൾക്ക് എന്തും പറഞ്ഞു കൊടുക്കാവുന്ന, എന്തും പരിശീലിപ്പിക്കാവുന്ന, എല്ലാത്തിനും ഉതകുന്ന സമയത്ത്, പ്രായത്തിൽ, വലിപ്പത്തിൽ അള്ളാഹു നമ്മൾക്ക് നമ്മുടെ കുട്ടിയെ തന്നിട്ടുണ്ട്. അത് അമാനത്താണ്.
നമ്മുടെ അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് എൻ്റെ കുട്ടിയെ ഏത് രൂപത്തിലാണോ, ഏത് സ്വഭാവത്തോടു കൂടിയാണോ, ഏത് സംശുദ്ധിയോടുകൂടിയാണോ, ഏത് സംസ്കാരത്തോടു കൂടിയാണോ തന്നത്, അതേ ശുദ്ധിയോടുകൂടി ഞാൻ തിരിച്ചു പോകുമ്പോഴും എൻ്റെ കുട്ടി ഉണ്ടാകണം എന്ന പിടിവാശികളാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. നമ്മൾ സാധാരണ പറയാം നമ്മുടെ കുട്ടിയുടെ ഒരു ഭാവി ജീവിതം സുന്ദരമാകണം. ഏതാണ് ഈ ഭാവി? ഒരു മനുഷ്യന്റെ ജീവിതം നമുക്ക് 4 കാലഘട്ടമാക്കി തിരിക്കാം. അതിൽ ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, അപ്പുറത്തൊരു വാർദ്ധക്യമുണ്ട്. വാർദ്ധക്യം നമ്മൾ മാറ്റി വെക്കുന്നു. ഒരു നല്ല ജീവിതം എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ യൗവന കാലഘട്ടം. അവിടെയാണ് അവന്റെ ജോലി, അവിടെയാണ് അവന്റെ വിവാഹം, അവിടെയാണ് അവന്റെ കുടുംബം ഉള്ളത്. അവന്റെ ഒരു നല്ല ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ രക്തം തിളക്കുന്ന കാലഘട്ടം ഉള്ളത്. എന്റെ കുട്ടിയുടെ നല്ല ഭാവി എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടിയുടെ യൗവന കാലഘട്ടം മനോഹരമാകണമെന്നാണ്. ആ യൗവന കാലഘട്ടം മനോഹരമാകണമെങ്കിൽ അതിന്റെ മുൻപെയുള്ള 2 കാലഘട്ടങ്ങൾ, അത് കൗമാരമാണ്, ബാല്യമാണ്. ഈ 2 കാലഘട്ടം നമ്മൾ അതിസുപ്രധാനമായി വളരെ ഗൗരവത്തോടു കൂടി കണക്കാക്കേണ്ട ഭാഗമാണ്. ഈ 2 കാലഘട്ടവും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കയ്യിൽ നമ്മുടെ കുട്ടിയുണ്ട്. ഈ 2 കാലഘട്ടം നമ്മൾ അതീവ സൂക്ഷ്മമായിക്കൊണ്ട് നമ്മുടെ കുട്ടിക്ക് നമ്മൾ നൽകണം. അത് ഏറ്റവും മനോഹരമായി നമ്മൾ ആ കാലഘട്ടം നമ്മുടെ കുട്ടിയോട് ഇടപെടണം. അത് ഇടപെടാതിരുന്നാൽ അതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും നമ്മുടെ കുട്ടി അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടിയുടെ യൗവന കാലഘട്ടത്തിലാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്നും വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, ആ പരീക്ഷണങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക അള്ളാഹുവിന്റെ പക്കലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ റോൾ എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്ക് നല്ല തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ കുട്ടി ആ തർബിയത്ത് അനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനത്തെ റിസൾട്ട് നമ്മുടെ കുട്ടിന്റെ ഭാഗത്ത് നിന്ന് കിട്ടണമെന്നില്ല. നമ്മൾ അള്ളാഹുവിനോടല്ലാതെ ഒന്നും നമ്മൾ തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തൊക്കെ ചെലവഴിച്ചാലും, നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്ര റിസ്ക് എടുത്തവരെ നമ്മൾ പരിപാലിച്ചാലും ഒരു പക്ഷേ നമ്മൾ പരിപാലിച്ച റിസൾട്ട് നമ്മൾ കിട്ടണമെന്നില്ല. പക്ഷെ അള്ളാഹു പറയുന്നത് വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം, അള്ളാഹുവിന്റെ പക്കലുണ്ടാ പ്രതിഫലം. നിങ്ങൾ പരിപാലിച്ചതിന്റെ, നിങ്ങൾ റിസ്ക് എടുത്തതിന്റെ, നിങ്ങൾ ത്യാഗം സഹിച്ചതിന്റെ, നിങ്ങൾ വേദന അനുഭവിച്ചതിന്റെ, നിങ്ങൾ പ്രയാസപ്പെട്ടതിന്റെ എല്ലാ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പക്കലുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ അത് പ്രതീക്ഷയാവണം. ഞാൻ പോറ്റി വളർത്തിയതിന്റെ, ഞാൻ അനുഭവിച്ച വേദനകളുടെ, എന്റെ എഫേർട്ടുകൾ, എന്റെ സ്ട്രഗിൾസിന്റെ എല്ലാ പ്രതിഫലം എനിക്ക് പടച്ചു തരും. നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ കുട്ടി നമ്മുടെ പഴയ കാലഘട്ടത്തിലല്ല. കാലം മാറി, നമ്മുടെ മക്കൾ മാറി, നമ്മളും കൂടി കുറച്ച് മാറണം. എന്താണ് എന്റെ കുട്ടി വളരുന്ന കാലഘട്ടമെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിയണം. അത് ഒന്നാമത്തെ ഭാഗം അതാണ്. ജനറേഷൻ എന്താണെന്ന് അറിയാം. 1997 മുതൽ 2012 വരെയെന്നും പിന്നെ പഴയ റിപ്പോർട്ടുകളിലൊക്കെ 95 മുതൽ 2010 വരെ എന്നൊക്കെ കാണാം. ഈ കാലഘട്ടം ജനിക്കുന്ന മക്കൾ അറിയപ്പെടുന്നത് ജനറേഷൻ സെറ്റ് എന്നാണ്. അതിന്റെ അപ്പുറം 2010 മുതൽ മുകളിലോട്ട് ജനിക്കുന്ന ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സും +1 അല്ലെങ്കിൽ 9 പഠിക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ ജനറേഷൻ ആൽഫയാണ്. ആൽഫ ജനറേഷൻ അവരറിയപ്പെടുന്നത്. എന്താണ് ഇവരുടെയൊക്കെ പ്രത്യേകത? ലോകത്താകമാനം ആധുനികതയുടെ എല്ലാവിധ സൗകര്യങ്ങളും അതിങ്ങനെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ ഈ തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. എല്ലാവരും കൂടുതൽ സ്വതന്ത്രരാണ് എന്നതാണ് മറ്റൊരു വശം. അടുക്കളയുടെ ഉള്ളിൽ കിടന്നു പോലും ലോകത്തോട് സംവദിക്കാൻ പറ്റുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ, എന്റേത്, എനിക്ക് എന്ന ചിന്തയെ അമിതമായി നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് തലമുറയിലെ മക്കൾ എന്നുള്ളതാണ്. ഫാന്റസികൾക്ക് പിന്നാലെ പോയി ജീവിതം തന്നെ ആകെ നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് തലമുറകൾ മാറി എന്നുള്ളതാണ്. ആരുടെയൊക്കെയോ വലയിൽപ്പെട്ട് ചതിക്കുഴികളിലേക്ക് നമ്മുടെ മക്കൾ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു ഭാഗം ഇതിനെവിടെയെങ്കിലൊക്കെ നമ്മളും കാരണക്കാരാണോ എന്നുള്ളതാണ്. നമ്മുടെ കാലഘട്ടത്തിലെ ഭയങ്കര മോശപ്പെട്ട കർമ്മങ്ങളായി പലതിനെയും ചൂണ്ടിക്കാട്ടുന്നു. കാലം അങ്ങനെ, കാലം ഇങ്ങനെ, പലയിടത്തും ലഹരിയും പലയിടത്തും തോന്നിവാസങ്ങൾ. ശരി, ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു കുറ്റക്കാരനായി നമ്മൾ ഉണ്ടോ എന്നത് അതീവ സൂക്ഷ്മമായി നമ്മൾ സ്വയം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ആരാകണം? നമ്മുടെ കുട്ടിക്ക് നമ്മൾ റോൾ മോഡൽ ആകണം.
എൻ്റെ ഉപ്പയെ കണ്ടാണ് ഞാൻ വളർന്നത്, എൻ്റെ ഉമ്മയിലാണ് എനിക്ക് മാതൃക. നമ്മുടെ കുട്ടിനെ നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ലക്ഷ്യം എന്താ? നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ കുട്ടി 6-ാം വയസ്സിൽ മദ്രസ ചെയ്യുന്നുണ്ട്. 6-ാം വയസ്സിൽ നമ്മളെ കുട്ടി മദ്രസ ചെയ്യുന്നുണ്ട്. ആ കുട്ടി 7-ാം ക്ലാസ്സോ 8-ാം ക്ലാസ്സോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടി ബാല്യത്തിൽ മദ്രസയിൽ പ്രവേശിച്ച കുട്ടി മദ്രസിന്ന് പുറത്തിറങ്ങണ അവരുടെ കൗമാരത്തിന്റെ പകുതിയിലാണ്. ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് നമ്മുടെ കുട്ടി ദീൻ കേൾക്കുന്നുണ്ട്. എന്തേ പിന്നെ റിസൾട്ട് കിട്ടാത്തത്? നമ്മൾ ആലോചിക്കണ്ടേ, എന്റെ കുട്ടിനെ മദ്രസയിൽ പറഞ്ഞേക്കുമ്പോ എന്റെ മനസ്സിലുള്ള നീയത്ത് എന്തേനി? നമ്മൾ വെറുതെ ആലോചിക്കുക. ഖുർറത്ത് അയ്യുനാകണം എന്റെ കുട്ടി എന്ന് നമ്മൾ ആലോചിച്ചിനോ? വെറുതെ സ്വയം ചിന്തിക്കുക, ആത്മവിധി നടത്തുക. എന്റെ കുട്ടി കൺകുളിർമയുള്ള കുട്ടിയാവണം. ഈ കൺകുളിർമ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, റബ്ബന അബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത്ത അയ്യുനിൻ. അള്ളാഹുവെ കൺകുളിർമ നൽകണേ എന്ന പ്രാർത്ഥന. ആ കൺകുളിർമ അസ്ഹബ് റഹിമഹുല്ലാഹ് പറയുന്നത് അള്ളാഹുവാണ് സത്യം, അത് ദുനിയാവിൽ കിട്ടുന്ന. അവനാന്റെ മക്കൾ ദീനിയായി നടക്കുന്ന കാണുമ്പോ, ആ ദീനിയായി നമ്മുടെ മക്കൾ നടക്കുന്ന കാണുമ്പോ ഒരു ബാപ്പാക്കും ഉമ്മാക്കും കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. എന്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് ആവലാതികളില്ല, എന്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് വേവലാതികളില്ല. എന്റെ കുട്ടി എവിടെയാണെങ്കിലും അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കുട്ടിയായിരിക്കും. നമ്മളിങ്ങനെ സൂറത്ത് ലുഖ്മാൻ എടുത്താൽ അതിലിങ്ങനെ ബാപ്പ മകനെ ചേർത്ത് പിടിച്ച് കൊടുക്കുന്ന ഉപദേശങ്ങളെ കാണാം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. എന്റെ കുട്ടി ഒരണുവിന്റെ തൂക്കമാണ് തിന്മ ചെയ്തത് എങ്കിലും ആ തിന്മ എന്റെ കുട്ടി ഈ മേഘക്കീറുകൾക്കുള്ളിൽ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും, ഔഫിൽ അർള്, അത് ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും, അത് പാറക്കെട്ടുകൾക്കുള്ളിൽ കൊണ്ടുപോയി എന്റെ കുട്ടി അത് കടത്തി വെക്കാൻ ശ്രമിച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് കൊണ്ടുവരുട്ടോ. അള്ളാഹ് സൂക്ഷ്മജ്ഞാനിയാണ് കേട്ടോ. നമ്മൾ ചെറുപ്പം മുതലേ മക്കളുടെ മനസ്സിലിങ്ങനെ വിക്രസ് കാട്ടുമ്പോ വാപ്പ വരട്ടെ എന്നല്ല, അള്ളാഹ് കാണുന്നുണ്ട് കേട്ടോ എന്ന ചിന്ത ചെറുപ്പം മുതൽ ഇട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോന്ന് ആലോചിക്കണ്ടേ. സ്വഹാബാക്കൾ ആരും മദ്രസ്കാരൻ എന്നെ മക്കളെ പറഞ്ഞില്ലല്ലോ. മദ്രസ വിദേഹത്താന്നല്ല. എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണെങ്കിൽ, എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത് ഞാനാണെങ്കിൽ, എന്റെ കുട്ടിക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഞാനാണ് എന്ന ചിന്ത ആ സ്വഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. മദ്രസയ്ക്ക് പറഞ്ഞേക്കുന്നതോടുകൂടി എന്റെ കുട്ടിയോട് എനിക്കുള്ള മതപരമായ ബാധ്യതകൾ തീർന്നു എന്ന് കരുതരുത്. 7-ാം ക്ലാസ്സിൽ മദ്രസ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം 12-13 വയസ്സ് എത്തിയിട്ടുള്ളൂ. 7-ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടാൻ അവൻ പലതും മനപ്പാടാക്കും. പക്ഷേ പ്രായപൂർത്തിയായതിനു ശേഷം, ബുദ്ധി ഉറച്ചതിന് ശേഷം നമ്മുടെ കുട്ടി ദീൻ പഠിക്കാൻ ആരംഭിക്കണം. പക്ഷെ ആ സമയത്ത് ഭൂരിഭാഗം കുട്ടികൾക്കും ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രമേ സമയമുള്ളൂ. ആഴ്ചയിൽ 168 മണിക്കൂറാണ് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ. ആ 168 മണിക്കൂറിൽ 1 മണിക്കൂർ സിയാറികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സമയം ഉണ്ടാകണം. അത് രക്ഷിതാക്കളുടെ പിടിവാശിയാവണം. കുറച്ച് പിടിവാശി നമ്മൾ കാണിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് ആദ്യം ഒരു പിതാവിനെ കുറിച്ച് പറഞ്ഞു, ഒരു പുരുഷനെ കുറിച്ച് പറഞ്ഞു, ഒരു സ്ത്രീയെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എല്ലാം ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാകണേ എന്ന് പറഞ്ഞ് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളും സമ്പത്തും ഭൗതിക ലോകത്തിന്റെ അലങ്കാരമാണ് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് അവസാനിപ്പിക്കുന്നു വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക്. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് കേട്ടോ അള്ളാഹുവിന്റെ ഒരിക്കൽ ഉപകാരം ഉണ്ടാവുക. എന്റെ കുട്ടിയെ എനിക്ക് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാക്കിയിട്ട് എങ്ങനെ മാറ്റാം? ഇമാം ബുഖാരി റഹിമഹുള്ളയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുള്ളയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മുഹമ്മദ് അമാനി മൗലവിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ളയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇവരൊക്കെയും നമ്മളെപ്പോലെയുള്ള ആയുഷ്കാലം കിട്ടിയ ആളുകൾ. അയിമത്തുൽ അർബയിൽ 4 പേരും യതീമുകൾ. ഇവർക്കൊരു ഉമ്മയുണ്ടായിരുന്നു, ഇവർക്ക് മാതാപിതാക്കളുണ്ട്. നമ്മളിവനെ ഒരു ഹദീസ് വായിച്ച് റവാഹു ബുഖാരി എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ പ്രതിഫലം അത് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരിക്കും ആ ഇമാം ബുഖാരിയെ പ്രാപ്തമാക്കിയ അദ്ദേഹത്തിന്റെ ഉമ്മാക്കും ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ ഇമാം ബുഖാരി റഹിമഹുള്ളയെ നമ്മൾ ഇന്നും വായിച്ചെടുക്കുന്നു. കേരള നവോത്ഥാനത്തിൽ നമ്മളിങ്ങനെ ഇസ്ലാഹി കേരള ചരിത്രം വായിക്കുമ്പോൾ ഇന്നലകളിൽ നമ്മുടെ നേതാക്കൾ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കും
ഒക്കെ തുടക്കം കുറിക്കുമ്പോൾ അവർ കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഈ പുതിയ തലമുറയിലുള്ള പിന്നെ നവോത്ഥാന നായകന്മാർ, പുതിയ ഗലീലിയോകൾ, പുതിയ ഐൻസ്റ്റീനുകൾ, അതൊക്കെയും മുസ്ലാഹി കൈരളിലെ മുസ്ലിമീങ്ങളാകണം എന്നുള്ളതാണ്. അറബി കോളേജുകൾ സ്ഥാപിക്കുമ്പോൾ അവർ കണ്ട സ്വപ്നം ഇബ്നു ഉസൈമീനെ പോലെയുള്ള, അല്ലെങ്കിൽ പിന്നെ ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പുതിയ പുതിയ ആധുനിക പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ കുട്ടിയെ നമ്മുടെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വലിയ സ്വപ്നങ്ങൾ വെച്ചു കൊടുക്കണം. മുൻകാലത്തെ നമ്മുടെ മുൻകാല ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ മതത്തിൽപ്പെട്ടവർ പോലും അല്ലെങ്കിൽ പോലും ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു, ആ മോത്തിലാൽ നെഹ്റു ഇന്ത്യ അന്ന് സ്വതന്ത്രവൽക്കരിക്കപ്പെടാത്ത കാലഘട്ടം, സ്വാതന്ത്ര്യം ലഭിക്കാത്തതിന് മുൻപ് അദ്ദേഹത്തിന്റെ സ്വപ്നമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്റെ മകനാകണം എന്ന സ്വപ്നം ആ ഉപ്പാക്കുണ്ടായിരുന്നു, ആ പിതാവിനുണ്ടായിരുന്നു. ആ ചിന്ത തന്റെ മകന്റെ ഉള്ളിലേക്ക് അദ്ദേഹം വെച്ചു കൊടുത്തിരുന്നു. ആ വച്ച് നീട്ടി അദ്ദേഹത്തെ മകനെ പ്രാപ്തമാക്കി വിദ്യാഭ്യാസം നേടിക്കൊടുത്തിരുന്നു. നമ്മൾ പറഞ്ഞത് അത്ര വലിയ സ്വപ്നങ്ങൾ മക്കളെ കുറിച്ച് കണ്ടു നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടിക്ക് എന്തു സ്വപ്നമാണ് അവന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വലിയ ഗൗരവത്തിൽ ആലോചിക്കണം. മോനെ നീ ആരാവണം, മോളെ നീ ആരാകണമെന്ന് നമ്മുടെ കുട്ടിക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുത്ത്, എന്താണ് വെച്ചു കൊടുത്തതെന്ന് ആലോചിക്കണം. ഗ്രോൺ അപ്പ് ഓർ ബോൺ അപ്പ് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടിയെ വളർത്താം, അല്ലെങ്കിൽ അതിനെ വെറുതെ വളരാൻ അനുവദിക്കാം. ഒരു പൂന്തോട്ടവും ഒരു പറമ്പ് സങ്കല്പിച്ചാൽ മതി. പൂന്തോട്ടം ഇങ്ങനെ നമ്മൾ പരിപാലിക്കണം, നമ്മൾ ഇടയിൽ വരുന്ന കളകളെ പറിച്ചു കളയണം, അതിന്റെ ഒരു ഭംഗി ഉണ്ടാവും ആ വളർച്ചയിൽ. പറമ്പ് നമ്മളൊന്നും ചെയ്യണ്ട, അതിങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ ഉയർന്ന വലുതായി വരും. രണ്ടും വളരും. വളർത്തിയതിന് ഭംഗി ഉണ്ടാകും, വളർന്നത് വിരൂപമായിരിക്കും. എന്റെ കുട്ടി വളരണോ എന്നും ഞാൻ ആ കുട്ടിയെ വളർത്തണോ എന്നതും നമ്മുടെ കയ്യിലെ ചോയ്സാണ് എന്ന് ബോധ്യമുണ്ടാവുക. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ലിബറൽ കാലഘട്ടമാണ്, തിരിച്ചറിവുണ്ടാകണം. ലിബറലിസം, നമ്മൾക്കതിനെ വളരെ സിമ്പിളായി മലയാളീകരിക്കാൻ പറ്റുന്ന വാക്ക് താന്തോന്നിത്തരം എന്നതാണ്. തനിക്കെന്താണോ ശരി എന്ന് തോന്നുന്നത് ചെയ്യുന്ന കാലഘട്ടം, അതിന്റെ പ്രത്യാഘാതങ്ങളൊന്നും ആലോചിക്കാത്ത കാലഘട്ടം. ഈ ലിബറലിസം പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ആരംഭിച്ചത്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ മൊബൈലുകളുടെയും സോഷ്യൽ മീഡിയകളുടെയും അതിപ്രസരങ്ങൾ മൂലം അതിന്ന് എല്ലായിടത്തും ഉണ്ട്. അത് കേരളത്തിലേക്ക് എങ്ങനെയാണ് കുത്തിവയ്ക്കപ്പെടുക, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ലിബറൽ ചിന്താഗതികളെ എതിർക്കുന്ന എല്ലാ ആശയധാരകളെയും ഒരു പൂർണ്ണമായിട്ടും എതിർക്കും, അതിനെ കൂട്ടമായി അറ്റാക്ക് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ അവർ ഏറ്റവും അധികം ലിബറൽ ചിന്താഗതികൾക്ക് ഏറ്റവും വലിയ വിലങ്ങതടിയായി നിൽക്കുന്ന ഏക പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമാണ്, മുസ്ലിമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ ലിബറൽ ചിന്താഗതികൾ എങ്ങനെ കൊണ്ടുവരാമെന്ന ആശയങ്ങൾ ഗൗരവത്തോടുള്ള ചർച്ചകൾ നടക്കുകയും മുസ്ലിമീങ്ങൾക്കിടയിൽ എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായത് അതേ മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തിന്റെ ഭാഗത്തുകൂടെ ഇങ്ങനെ നമ്മുടെ ചിന്തകളിലേക്ക് ലിബറൽ ചിന്താഗതികളിൽ നിന്ന് ആധുനിക ലോകം കുത്തിവെച്ചു. അവിടെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ കടന്നു വന്നതും യൂണിസെക്സ് ബാത്റൂമുകൾ കടന്നു. ഇതൊക്കെ ഒരു ഭാഗമാണ്. എന്താണ് ഭാഗം? ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇനി നാളുകളിൽ ആണും പെണ്ണും എന്ന വേർതിരിവുകളില്ലാതെ ജെൻഡറോഫോബിയ എന്ന് പോലും പറയാം. അവനാന്റെ ജെൻഡർ ആണാണോ പെണ്ണാണോ എന്ന് പോലും നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത ആശങ്ക ജനിക്കാൻ പോവാണ്. അത്രയും ഗൗരവത്തിൽ ഇന്നിങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്താണ് ലിബറലിസം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പുതിയ ഏതോ ആശയധാരമൊന്നല്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം, അനുഭവിക്കണം, സുഖിക്കണം, രമിക്കണം. ഇതാണ് ലിബറൽ ചിന്താഗതി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആലോചിക്കണ്ടേ. മക്കയിലെ മുശ്രിക്കീങ്ങളും പണ്ട് പറഞ്ഞ വർത്തമാനത് മാത്രമാണ്. ഖാലൂ ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ വമാ നഹ്നു ബിമബഊസിൻ. ഞങ്ങള് ഈ ജീവിതമല്ലാതെ വേറെ ജീവിതമല്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പെടാൻ പോകുന്ന ആൾക്കാരല്ല എന്നാണ് മക്കയിലെ ജാഹിലിയ ആൾക്കാരും പറഞ്ഞത്. ഈ ജാഹിലിയത്തിനെ കുറിച്ച് അന്നത്തെ തുറഫയെ പോലെയുള്ള ആളുകൾ പാട്ട് പാടുന്നത് വലൗലാ സലാസുന മിൻ ഐശത്തിൽ ഫതാ. ഒരു ചെറുപ്പക്കാരൻ, യുവാവ്, ആ യുവാവിന് ഇതിൽ 3 സുഖങ്ങൾ ഉണ്ടാവണം. അത് കിട്ടുന്നില്ല എങ്കിൽ അയാൾ പോയി അയാൾക്ക് ലഭിക്കുന്നില്ലേ, അയാൾ പോയി മരിക്കട്ടെ എന്ന് പറഞ്ഞു. യുവാവാണോ ചെറുപ്പക്കാരനാണോ അയാൾ മദ്യപിക്കണം, അയാൾ ലഹരി നുണയണം, ആ സുഖത്തിൽ അയാൾ ലക്കുകെട്ട് ലഗാനില്ലാതെ ഡാൻസ് കളിക്കണം. അയാൾക്ക് ആ സുഖം ലഭിക്കുന്നില്ലേ, അയാൾ പോയി ചാകട്ടെ എന്നോ. യുവാവാണോ അയാൾ സ്ത്രീകളുമായി രമിക്കണം, അയാൾക്ക് വ്യഭിചാരത്തിൽ ഏർപ്പെടണം, ആ രസങ്ങൾ അയാൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അയാൾ പോയി മരിക്കട്ടെ എന്നാ.
ചെറുപ്പക്കാരനോ അയാൾ ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാകണം, യുദ്ധങ്ങൾ ഉണ്ടാകണം. ആ യുദ്ധത്തിന്റെ രക്തം തിളക്കുന്ന ഒരു അവസ്ഥ അയാൾ അനുഭവിക്കണം. ഇല്ലെങ്കിൽ അയാൾ പോയി നാശമടയട്ടെന്ന പാടി എന്ന് പറഞ്ഞാൽ ഈ ജാഹിലിയത്ത്, വൈൻ വാർ വുമൺ എന്ന് പറയുന്ന ആ ജാഹിലിയത്തിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാൽ ചൂട്ടിലേക്ക് അരച്ചു കളഞ്ഞത്. ഇന്ന് അതേ ജാഹിലിയത്തിനെയാണ് നമ്മുടെ തലമുറ ഇങ്ങനെ വീണ്ടും എടുത്ത് പേറാനിരിക്കുന്നത്. റസൂലുള്ളാഹി കാൽച്ചോട്ടിൽ അരച്ചു കളഞ്ഞ ഒന്നിനെ തിരിച്ചെടുക്കുകയാണ് തലമുറ. നമ്മുടെ സഞ്ചാരം പിറകിലോട്ടാണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാലബോധവും കാര്യബോധവും ഉണ്ടായി കൊടുക്കണമെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആവണം. നിങ്ങൾ വളർന്ന കാലഘട്ടം പോലെയല്ല, കാലഘട്ടം മാറി. അതുകൊണ്ട് അവിടെ നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു പിടിവാശി എന്ന് പറയുന്നത്, നിങ്ങളുടെ കുട്ടി ഒരു വിഷയം പഠിക്കുന്നത് അതിന്റെ യഥാർത്ഥ സോഴ്സിൽ നിന്നാകണം എന്ന നിർബന്ധ ബുദ്ധി ഓരോ മാതാവിനും പിതാവിനും ഉണ്ടാവണം. നിങ്ങളുടെ കുട്ടീനെ വന്നാണ്ട്, ഉമ്മ എനിക്ക് മാത്സ് മനസ്സിലാകണില്ല, പക്ഷെ എനിക്ക് കണക്ക് എത്ര ഞാൻ എന്താ ചെയ്യുക? ഞങ്ങളെന്താ പറയാ, നാളെ സ്കൂളിൽ പോയിട്ട് അറബി മാഷ് ഉണ്ടാവും, മൂപ്പരോട് പോയി ചോദിച്ചോ എന്ന് പറയല്ലോ. നാളെ മാത്സിന് ടീച്ചർക്ക് പോയി ചോദിച്ചോ, ആ ടീച്ചർ പറഞ്ഞുതരും, ആ ടീച്ചർക്ക് ഇതിൽ അറിവുണ്ടല്ലോ, ഇതേ നമ്മൾ പറയൂ. ഇതേപോലെ നമ്മുടെ കുട്ടി, ആ കുട്ടിയുടെ കൗമാര കാലഘട്ടത്തിൽ അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന കുറെ വിഷയങ്ങൾ, ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടിക്ക് കൃത്യമായ വിവരമുണ്ടാകണം. ആ വിവരം നമ്മുടെ കുട്ടി സമ്പാദിക്കുന്നത് അതിന്റെ യഥാർത്ഥമായ സോഴ്സിൽ നിന്നാണ് എന്ന് നമ്മൾക്ക് നിർബന്ധ ബുദ്ധിയും പിടിവാശിയും ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ വളരെ മനസ്സിലാകുന്ന രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടി, ആ കുട്ടി 10 വയസ്സുകാരനല്ല 12 വയസ്സുകാരൻ. 12 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ കുട്ടിയിൽ ശാരീരികമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടി കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിക്ക് പ്രായപൂർത്തി ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രായപൂർത്തി ആരംഭിക്കുന്ന സമയം 12 മുതൽ നമ്മുടെ കുട്ടികൾ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, പെൺകുട്ടിക്ക് പീരീഡ്സ് ആരംഭിക്കുന്നു, മാസമുറ ആരംഭിക്കുന്നു, ശരി, ആ കുട്ടിക്ക് ഇത് ആദ്യമായിട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ പെൺകുട്ടിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ ചിന്തകളുണ്ട്. ഇത് എന്താണെന്നറിയില്ല, എന്തിനാണെന്ന് അറിയില്ല, ഇതിന്റെ രൂപം എന്താ എന്നറിയില്ല, ഇതിന്റെ ചക്രം എങ്ങനെയാണ് എന്നറിയില്ല, ഇത് എന്തിനാണ് അല്ലാഹു സംവിധാനിച്ചെന്നറിയില്ല. ഈ വിഷയം വളരെ കൃത്യമായി ആ കുട്ടി മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടിയുടെ ഉമ്മയിൽ നിന്നാണ്. കാരണം ആ കുട്ടിയെ നോക്കുമ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ ആ കുട്ടിയുടെ ഉമ്മയാണ്. ആ കുട്ടിക്ക് എല്ലാം ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി ആ ഉമ്മ പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ആ വിഷയത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, യഥാർത്ഥമായ സോയ്സ് എന്ന് മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട കുട്ടിക്ക് ആവലാതികളില്ല, വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളില്ല, തെറ്റായ വിവരങ്ങൾ മനസ്സിലാക്കുന്ന വശം ഒന്നും അവിടെ ഇല്ല. പക്ഷേ ഇതേ സമയത്ത് പ്രായപൂർത്തിയാകുന്ന നിങ്ങളുടെ ആൺകുട്ടി ഒരു ഭാഗത്തുണ്ട്. നിങ്ങളുടെ ആൺകുട്ടിക്ക് അവന്റെ ആ പ്രായത്തിൽ അതിൻ്റെതായ ചിന്തകളുണ്ട്, അവൻ അതിൻ്റെതായ സങ്കല്പങ്ങളുണ്ട്, എന്താ അതിന്റെ കുറെ മനസ്സിൽ ഒരുപാട് വൈകല്യങ്ങളുണ്ട്, എന്താ അത് മനസ്സിലാവാത്ത ആശയക്കുഴപ്പങ്ങളുണ്ട്. ഈ കുട്ടിക്ക് ധാരാ പറഞ്ഞു കൊടുത്ത്. ഇന്നോളം ഏത് വാപ്പയാണ് ഓനെ പ്രായപൂർത്തിയാകുമ്പോൾ ഇന്ന മാറ്റങ്ങൾ സംഭവിക്കും, ഇതുകൊണ്ടാണ് എന്ന് ഏത് വാപ്പയാണ് ഇത്ര കാലം അത്രയും പറഞ്ഞു കൊടുത്ത്? നമ്മൾ ആലോചിക്കണ്ടേ, പണ്ട് കാലഘട്ടം പോലെയല്ല. നമ്മുടെ കുട്ടികൾ LKG പഠിക്കുന്ന കുട്ടിയുടെ കൈവളയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് പുസ്തകങ്ങളല്ല, മൊബൈൽ ഫോണുകളാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പറയുന്നത് മാത്രമല്ല ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന, അവരുടെ മുമ്പിൽ വലിയ സോഷ്യൽ മീഡിയ ലോകമുണ്ട്. ആ ലോകത്തെ ചിന്തകൾ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് അതിപ്രസരങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ഈ സമയത്ത് നമ്മുടെ കുട്ടിക്ക് അവന്റേതായ വിഷയങ്ങൾ, സംശയങ്ങൾ ആരാ തീർത്തു കൊടുത്ത്? നമ്മൾ പറയും എവിടുന്നേലൊക്കെ മനസ്സിലാക്കും, എവിടുന്നേലും മനസ്സിലാക്കും. എവിടെന്നെങ്കിലും മനസ്സിലാക്കിയതാണ് പ്രിയപ്പെട്ടവർ എന്നോളമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എവിടുന്ന മനസ്സിലാക്കിയ 12 വയസ്സുകാരൻ ചിലപ്പോൾ അവന്റെ ഗ്യാങ്ങിൽ പെട്ടൊരു മൂത്താപ്പുണ്ടാവും, ഒരു 13 വയസ്സോ 14 വയസ്സുള്ള ചെക്കൻ. അവൻ പറഞ്ഞൊരു കുറെ കാര്യം, അതിനെന്തോ PhD നമ്മൾ മക്കൾ കാണും. ലഹരി നുണയാൻ പോകുന്നതും പ്രണയത്തിലേക്ക് ചെന്നു പതിക്കുന്നതും എല്ലാ തോന്നിവാസങ്ങൾക്ക് അടിമപ്പെടുന്നതും ഒക്കെ നമ്മുടെ കുട്ടി വിഷയത്തെ മനസ്സിലാക്കുന്നത് യഥാർത്ഥ സോഴ്സ് അല്ലാത്തതുകൊണ്ടാണ്. ശരി, ഇത് പറഞ്ഞു കൊടുക്കാൻ ബാപ്പാക്കുമ്മൊക്കെ അറിയില്ല, പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുന്ന എത്ര സംവിധാനങ്ങൾ, എത്ര ഫാക്കൽറ്റികൾ ഈ ലോകത്തുണ്ട്, നമ്മുടെ മതസംഘടനയിലുണ്ട്. അവർക്ക് നമ്മുടെ കുട്ടിയെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ അതിനെന്തോ മോശമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കൃത്യമായി നമ്മുടെ കുട്ടിക്ക് വിഷയത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിഷയം പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കുട്ടി ആ വിഷയത്തിൽ വഴിതെറ്റിപ്പോകാനുള്ള ചാൻസ് കുറവാ. വഴിതെറ്റി പോകൂല എന്നല്ല, ചാൻസ് കുറവാ. വഴിതെറ്റി പോകൂല എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. കാരണം
ചുറ്റുപാടും മലീമസാണ്. ആ മലീമസമായി നമ്മുടെ മക്കളെ ഇങ്ങനെ വലയെറിഞ്ഞ് പിടിക്കാൻ കാത്തിരിക്കുന്ന ഈ വിഷക്കണ്ണികൾക്കുള്ളിലേക്ക് നമ്മുടെ കുട്ടികൾ ചെന്നെത്തൂല എന്ന് പറയാൻ നമ്മൾക്കൊരു ധൈര്യമില്ല. പക്ഷെ അവിടെ നമ്മുടെ കുട്ടിക്ക് നമ്മൾ എന്തു ഗൈഡൻസ് കൊടുത്തു എന്നുള്ളത് അതിപ്രധാനമായ ഭാഗമാണ്. നമ്മുടെ കുട്ടിയുമായുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മൾ ആലോചിക്കണം. കുറെ ഓവർ കൺട്രോളിങ് ചെയ്താൽ എന്റെ കുട്ടി എന്റെ അരികത്തുണ്ടാവും നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അത് വെറും മിഥ്യയാണ് എന്ന ചിന്തയുണ്ടാവുക. നിങ്ങളുടെ കുട്ടി എങ്ങനെ, എന്റെ കുട്ടി ഞാൻ പറഞ്ഞോട്ട് നിൽക്കും, ഞാൻ വരച്ച വരന്റെ അപ്പുറത്തേക്ക് എന്റെ കുട്ടി പോകൂല എന്ന വർത്തമാനങ്ങളാണ് നമ്മൾ പറയുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുമ്പിൽ വെറും അഭിനയിക്കുക മാത്രം ചെയ്യണേ. നിങ്ങളുടെ പരിധിയിൽ നിങ്ങളുടെ കുട്ടി ഉണ്ടാകുമ്പോൾ അവൻ നല്ലവനായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ നിങ്ങളുടെ പരിധികൾക്കപ്പുറത്തേക്ക്, നിങ്ങളുടെ കൺട്രോളിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കുട്ടി എത്തുമ്പോൾ അവന്റെ നേച്ചറായ ബിഹേവിയർ അവൻ പുറത്തു കാണിക്കും. ഓവർ കൺട്രോളിങ് അല്ല വേണ്ടേ, അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ. മനസ്സിലാക്കുക, കുട്ടികളെ മനസ്സിലാക്കിയവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റണം. വലാത്തക്കുന അലൈഹി ഖുഫ്ലൻ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ലോക്കിട്ട് വെക്കരുത്. മതം അനുവദിച്ച വിഷയങ്ങൾക്ക് പോലും രക്ഷിതാക്കൾ വിടൂല. പക്ഷേ കുളത്ത് ചോടാൻ പോട്ടെ, വേണ്ട. അപ്പൊ കുട്ടിക്ക് നീന്താനൊക്കെ പക്ഷെ വേണ്ട. നമ്മള് നിസ്സാരമായ വിഷയങ്ങൾ പോലും മക്കളെ കൂട്ടുകാരെ കൂടെ കളിക്കാൻ വിടുവോ? ഇല്ല, പോണ്ട, വീട്ടിലിരുന്നോ. വലാത്തക്കുന അലൈഹി ഖുഫ്ലൻ, ലോക്കിട്ട് വെക്കരുത്. ലോക്കിട്ട് വെച്ചാൽ യമുല്ലു ഹയാത്തക്, നിങ്ങളെ ജീവിതം നിങ്ങളെ മക്കൾക്ക് മടുപ്പുണ്ടാക്കും. നിങ്ങളെ വേണ്ടില്ല. ഞായറാഴ്ചമ്പാട് സ്കൂൾ ഉണ്ടായാൽ മതി നിങ്ങളെ മക്കൾ ആഗ്രഹിക്കും. പാപ്പ ഗൾഫൊക്കെ വേഗം തിരിച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിക്കും. അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റേജ് കൂടും. മൗത്തക്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മരണം ആഗ്രഹിക്കും. മരിച്ചിട്ടേ മതി, സമാധാനം കുറച്ചുണ്ടാവും എന്ന ലെവലിലേക്ക് എത്തും. ഇതെത്തരുത്. ഈ രൂപത്തിലേക്കല്ല ഒരിക്കലും നമ്മുടെ തർബിയത്തുകൾ മുന്നോട്ട് പോകേണ്ടതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ കിട്ടാനില്ല. നന്നായി സംസാരിക്കുക, നമ്മുടെ മക്കളുമായി നന്നായി സംസാരിക്കണം. എന്താ സംസാരിക്കണ്ടേ? എന്തൊക്കെ പഠിച്ച്, എക്സാം ഏതാ, ഇതൊന്നല്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏറ്റവും മനോഹരമായി പെരുമാറണം. നമ്മുടെ മക്കൾ എവിടെയൊക്കെയോ, ഈ അടുത്താണ് ഒരു പെൺകുട്ടി നാടുവിട്ടു പോയത്. ഒരു കൗമാരക്കാർ നാടുവിട്ട്, അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ നാട് വിട്ടുപോയി കന്യാകുമാരി ട്രെയിനിൽ ആ പെൺകുട്ടിയെ കിട്ടി. പക്ഷെ വീട്ടിലേക്ക് വരാൻ ആ പെൺകുട്ടി മനസ്സ് കാണിക്കുന്നില്ല. നമ്മുടെയൊക്കെ മക്കൾ എവിടെയൊക്കെയോ എത്രയോ വട്ടം 10,000 പ്രാവശ്യം മനസ്സുകൊണ്ട് നാടുവിട്ട മക്കളുണ്ടാവും പല വീട്ടിലും. അതെവിടെയൊക്കെയോ കാരണക്കാരാകുന്നത് പലപ്പോഴും രക്ഷിതാക്കളല്ലേ എന്ന് ആലോചിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് അധ്യാപകരുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് കൂട്ടുകാരും കൂട്ടുകാരികളുണ്ട്. പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ആകെ ഒരു ഉമ്മയും ആകെ ഒരു വാപ്പിയുള്ളൂ. ആ വാപ്പി ഉമ്മയും മാതൃകാപരമായി പെരുമാറിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ തോറ്റുപോകും. നമ്മുടെ വീട്ടിലെ കലഹങ്ങൾ, നമ്മുടെ വീട്ടിലെ കലാപങ്ങൾ നിങ്ങളുടെ മക്കളുടെ മനസ്സിനെ ഏറെ നുറുക്കുന്നുണ്ട് എന്നത് വലിയ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, മാനസിക രോഗത്തിന്റെ. അതിന്റെ കാരണമായിട്ട് ആ ഉമ്മ പറഞ്ഞത്, സ്വന്തം ബാപ്പാന്റെ വൈവിട്ട ജീവിതം കൺമുമ്പിൽ കണ്ടപ്പോ ആ കുട്ടിന്റെ കൺട്രോൾ പോയിന്ന. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയല്ലാതായി തീർന്നാൽ, നിങ്ങളുടെ വൈവിട്ട ജീവിതം ഉണ്ടായാൽ, നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ കുട്ടി തുറന്നു നോക്കിയാൽ, അതോടുകൂടി ഉപ്പ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ കുട്ടി നിർത്തും. നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളുടെ കൂടെ ബൈക്കിൽ പോകാൻ വെറുക്കും. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സംരക്ഷണത്തിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മകളെ തനിച്ചാക്കി പോകാൻ ഭയമുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകാപരമായ ജീവിതം നയിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ നൈർമല്യം നിറഞ്ഞ പിഞ്ചു മനസ്സുകളാണ് എന്ന ബോധ്യം ഉണ്ടാകണം. തലതാഴ്ത്തിയിരിക്കുന്ന കുട്ടികളെ കാണാം സ്കൂളിൽ. കുടുംബത്തിന്റെ കലഹങ്ങൾ, വീട്ടിൽ ബാപ്പയും ഉമ്മയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ, തൊലാഖിന്റെ വൈവക്കിൽ നിൽക്കുന്ന മാതാപിതാക്കൾ, മക്കൾ ഇരയാക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം 1.5 സ്കൂളിൽ ലീവാക്കിയൊരു കുട്ടിയുണ്ട്. എന്താ വെച്ചപ്പോ കേസ് നടക്കുകയാണ്, കുട്ടിനെ ആരെ കൂടെ വിടണം, കോടതിക്ക് അങ്ങനെ കൊണ്ടുപോണ്ടി വരികയാണ്. ഈ പിഞ്ചു കുട്ടി എന്ത് തെറ്റെയ്തു? നമ്മുടെ ചില അസ്വാരസ്യങ്ങൾക്കൊക്കെയും നമ്മുടെ മക്കൾ, അയൽപ്പക്കത്ത് ശ്രദ്ധിക്കണം. നമ്മൾ അയൽവാസി വിശന്നിരിക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് കേവലം ഒരു ഭക്ഷണത്തിന്റെ വിഷയത്തിലേക്ക് മാത്രം ചുരുക്കരുത്.
അയൽപ്പക്കത്തെ വീട്ടിൽ ആ കുട്ടിക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ, ആ കുട്ടിക്ക് മാതാപിതാക്കളെ സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ, ആ കുട്ടി ക്രൂശിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, ആ കുട്ടി ആക്രമിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾക്കൊരിക്കലും സ്വൈര്യമായി സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റരുത്. ഉപദേശിക്കാൻ പറ്റണം, പോയി നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റണം, ആ കുട്ടിയെ സഹായിക്കാൻ പറ്റണം. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചെത്ര കാലമായി എന്ന് ആലോചിക്കണം. എന്നാ അവസാനമായിട്ട് ഒരു ഉമ്മ കൊടുത്തതെന്ന് ആലോചിക്കണം. ചെറുപ്പത്തിൽ നിങ്ങളുടെ ഒക്കത്തുണ്ടായിരുന്ന കുട്ടി ഞങ്ങളെ കുട്ടി, നിങ്ങൾ താലോലിച്ച കുട്ടി, നിങ്ങളുടെ കൂടെ താരാട്ടുപാട്ടി നിങ്ങളുടെ മടിയിൽ കിടന്ന കുട്ടി, ആ കുട്ടി എന്ന് മുതൽ ഞങ്ങൾക്ക് ശത്രുവായത്? നിങ്ങളുടെ കുട്ടി എന്ന് മുതൽ ഞങ്ങൾ മിണ്ടാതായത്? എന്ന് മുതൽ അങ്ങോട്ട് മുഖം തിരിക്കാൻ തുടങ്ങിയത്? എന്ന് മുതൽ അങ്ങോട്ട് സംസാരിക്കാതായത്? നിങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാൻ എന്ന് നിങ്ങളുടെ കുട്ടി ഭയം കാണിച്ചു തുടങ്ങിയത്? വെറുതെ ആലോചിക്കും. എന്തേ ഈ മാത്രം വലിയൊരു തെറ്റ് നിങ്ങൾ കുട്ടികൾ ചെയ്ത്? എവിടെയോ ബന്ധം അകന്നു പോയതാ, എവിടെയോ. കൗമാരത്തിലേക്ക് നമ്മുടെ അങ്ങനെ കുട്ടി പ്രവേശിക്കുമ്പോ ഞാൻ എന്തോ ആയി എന്ന തോന്നൽ നമ്മുടെ കുട്ടികളെ മനസ്സിനെ പിടികൂടും. അത് ആ പ്രായത്തിന്റെ പ്രത്യേകത മാത്രം. അവിടെ നമ്മുടെ കുട്ടിക്ക് നമ്മളിങ്ങനെ അവരെ ഭരിക്കുന്നതിന്റെ അപ്പുറം അവർക്ക് ഏറ്റവും നല്ല സുഹൃത്തിനെ പോലെ പെരുമാറാൻ രക്ഷിതാക്കൾക്ക് ആ സമയത്ത് പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. നമ്മുടെ കുട്ടീനെ മനസ്സ് വായിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെടുന്നു പലയിടത്തും. പോകുന്ന വഴിവക്കിൽ എവിടെയൊക്കെയോ നമ്മുടെ കുട്ടികളെ ആരൊക്കെയോ ഏതൊക്കെ രൂപത്തിൽ ശല്യപ്പെടുത്തുന്നുണ്ട്. നോട്ടങ്ങളായിട്ടും സ്പർശനങ്ങളായിട്ടും വർത്തമാനങ്ങളായിട്ടും എഴുത്തുകളായിട്ടും നമ്മുടെ കുട്ടികൾ ആരൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അവരെ ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുത്താൽ ആ കുട്ടിക്കൊരാശ്വാസം ഉണ്ടാവും. എന്നെ ചേർത്ത് പിടിക്കാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ തിരിച്ചറിയാൻ, എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അവരോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞ എന്നെ ചേർത്ത് പിടിക്കും, എന്നെ സഹായിക്കും എന്ന തോന്നൽ അവനാന്റെ മക്കൾക്ക് ഉണ്ടായി കൊടുക്കണം. ഇന്ന് കൗമാരത്തെ വിദ്യാർത്ഥികൾക്ക് അധികവും ഡിപ്രഷനിലേക്ക് പോവുക, വിഷാദ രോഗങ്ങൾക്ക് നമ്മുടെ മക്കൾ അടിമപ്പെടുക. എന്ത് പ്രശ്നം? അവരെ കേൾക്കാൻ ആളില്ല, സംസാരിക്കാൻ ആളില്ല. ഇന്നലെ ഒരു രക്ഷിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആൾക്കാരും സ്ക്രീൻ അഡിക്റ്റ് ആണ്. സ്ക്രീൻ അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ മൊബൈല് നിരന്തരമായി, നമുക്കൊരു ഒഴിവ് കിട്ടിയാൽ നമ്മൾ ഫോണിലാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ മറക്കാൻ, നമുക്ക് ഒഴിവ് സമയം കുറെ ഉണ്ടെങ്കിൽ ആ സമയം തള്ളി നീക്കാൻ. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും മൊബൈൽ, അങ്ങനെ ഞാൻ ഒഴിവല്ല, എല്ലാവരും മൊബൈലാണ്. ഈ മൊബൈലാകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കുടുംബത്തിൽ ബാക്കിയാകുന്ന കുറെ മനുഷ്യരുണ്ട്. അതിൽ നിങ്ങളുടെ ഭാര്യമാരുണ്ടാവും, നിങ്ങളുടെ മക്കളുണ്ടാവും. ഇവരോട് സംസാരിക്കാൻ സമയമില്ലാതെ പോവുക, ഇവരെ സങ്കടങ്ങൾ കേൾക്കാൻ സമയമില്ലാതെ പോവുക, ഇവരോട് സന്തോഷങ്ങൾ പങ്കുവെക്കാൻ സമയമില്ലാതെ പോവുക. ഇത് കുടുംബത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദിവസം അവനാന്റെ മൊബൈൽ മാറ്റിവെച്ച് മറ്റെല്ലാ ചർച്ചകളും മാറ്റിവെച്ച് കുടുംബത്തിന്റെ കൂടെ സന്തോഷങ്ങളും സന്താപങ്ങളും പറയാൻ ഒരു രക്ഷിതാവിന് സമയം ഉണ്ടാകണം, ഒരു ഭാര്യയ്ക്ക് സമയം ഉണ്ടാകണം, ഒരു ഭർത്താവിന് സമയം ഉണ്ടാകണം. ഒരു മാതാപിതാക്കൾ, ഉമ്മയും ബാപ്പയും ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കലല്ല, റൂമുണ്ടായി കൊടുക്കുക, സ്റ്റഡി ടേബിൾ ഉണ്ടായി കൊടുക്കുക. ഇതൊക്കെ ലോകത്ത് ആർക്കും പറ്റും. അതിന് ബാപ്പിമ്മയാണ്ട് ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളെ മൂത്താപ്പാക്കും ഇളാപ്പാക്കും നിങ്ങളെ കുട്ടിയൊക്കെ വേണ്ടി ചെയ്തു കൊടുക്കുക. അത് വലിയ അത്ഭുതമോ ഭയങ്കര സംഭവമായിട്ട് കാണണ്ട. മറിച്ച് ആധുനിക കാലത്ത് നമ്മൾ പ്രത്യേകമായി നമ്മുടെ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ചെലവഴിക്കുന്ന സമയങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, LKG പഠിക്കുന്ന കുട്ടിയും ഇമ്മയും തമ്മിൽ എപ്പോഴും രാത്രി ഇങ്ങനെയൊക്കെയാലോ. കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഇതിങ്ങനെ ഗ്യാപ്പിടാൻ തുടങ്ങിയോടുകൂടി നമ്മുടെ കുട്ടിയുടെ മാർക്ക് ഇങ്ങനെ താഴത്തേക്ക് വരാൻ തുടങ്ങി. അതിനർത്ഥം ഇങ്ങനെ വൈകുന്നേരം പോയിക്കാണ് ഇങ്ങനെ പഠിച്ചോ പോയിക്കണം എന്നല്ല. നമ്മുടെ കുട്ടി ശ്രദ്ധിക്കാൻ നമുക്ക് നേരം ഉണ്ടാവും. രണ്ട്, അവനാന്റെ ഉമ്മയും ബാപ്പയും സന്തോഷത്തിൽ കഴിയുന്നത്, സ്നേഹത്തോടുകൂടി വർത്തമാനങ്ങൾ പറയുന്നത് അവനാന്റെ മക്കൾക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് രണ്ടാമത് സമ്മാനം എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും ചെയ്തു കൊടുക്കണം. രണ്ടും ചെയ്തു കൊടുക്കുന്നിടത്ത് ഭൂരിഭാഗം കുടുംബങ്ങളും ഇന്ന് താളം തെറ്റി. ഒരു നഗ്നമായ സത്യമാണത്. ഇത് എവിടെയൊക്കെ താളം തെറ്റിയോ അതിന്റെ എല്ലാം കുടുംബത്തിൽ ബാധിച്ചു. സിനിമകൾ നമ്മുടെ മക്കൾക്കുള്ളിലേക്ക് വലിയ ചിത്രതകൾ വരുത്തിയിട്ടുണ്ടെന്ന് ബോധ്യം ഉണ്ടാവണം. സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളിയുടെ മാധ്യമമായിട്ട് മാറി. അവൻ ധരിക്കുന്ന വേഷം, അവന്റെ വർത്തമാനത്തിന്റെ ശൈലികൾ, അവന്റെ സംസ്കാരങ്ങൾ, ഡ്രസ്സിങ്ങുകൾ എല്ലാം സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുക. നമ്മുടെ കുട്ടികൾ ഇതിനൊക്കെയും അടിമപ്പെട്ടുകൊണ്ട് അവരവന്റെ ജീവിതങ്ങൾ തുലച്ചുപോയി. കുട്ടികളെ ചുംബിക്കണം. അക്രൗ തമീമ ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലിന്റെ പേരെ കൂട്ടാൻ ചുംബിക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 കുട്ടികളുണ്ട്, 10 കുട്ടികൾ ഞാൻ ചുംബിച്ചിട്ടില്ല.
റസൂൽ പറഞ്ഞേ, നിന്റെ ഉള്ളിൽ നിന്ന് കാരുണ്യം നീക്കിയതിന് ഞാനെന്ത് ചെയ്തു? മല്ലാ യർഹം വലാ യുർഹം, കരുണ കാണിച്ചിട്ടില്ലേ റഹ്മത്ത് കിട്ടൂലെന്നാ. അത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ, റഹ്മത്ത് കിട്ടാൻ, ജോലിയിൽ റഹ്മത്ത് കിട്ടാൻ ഒക്കെയും മക്കളുമായിട്ടുള്ള ബന്ധം ഏറ്റവും മനോഹരമാകണതിന്റെ ആശയം അത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. റസൂൽ ഇങ്ങനെ മുഖം ചുവപ്പിച്ച് കണ്ണ് ചുവപ്പിച്ച് ഗദ്ഗറമായി ഖുത്ബ പറഞ്ഞുകൊടുക്കുമ്പോ പ്രവാചകന്റെ പേരക്കുട്ടികൾ ഇങ്ങനെ മുട്ടിലഴിഞ്ഞു വരിക. റസൂൽ ഖുത്ബ നിർത്തി മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചേർത്ത് രണ്ടാളും വാരെടുത്ത് ചുംബിച്ചു. എന്നിട്ട് പിന്നെ അത് നിലത്ത് വെച്ചിട്ട് ഖുത്ബ തുടങ്ങണത് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളെ മക്കളും സമ്പത്തും മക്കളും പരീക്ഷണമാനട്ടോ എന്ന് പറഞ്ഞോണ്ടാ. എങ്കിൽ നമ്മൾ ആലോചിക്കുക, എന്റെ കുട്ടിക്ക് അവസാനമായിട്ട് ചുംബനം കൊടുത്തെന്ന്, ചേർത്ത് പിടിച്ചെന്ന്, പരീക്ഷ നടന്നു കൊടുക്കുക. നമ്മുടെ കുട്ടികളെ ടെൻഷനിലെ 10ാം ക്ലാസ് കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷനിലേക്കാണ്. മാർക്ക് കുറെ കുട്ടികളുടെ മുമ്പിൽ ഉപാധി വെക്കരുത്. ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ ബാക്കി വർത്താനം പറയാം. ആലോചിച്ച് നോക്കി, ജൂൺ മുതൽ മാർച്ച് വരെ നിങ്ങളെ കുട്ടി ഇങ്ങനെ പഠിക്കുക. മണിക്കൂറുകളുടെ പഠനം, ദിവസങ്ങളുടെ മാസങ്ങളുടെ പഠനം. ഈ മാസങ്ങൾ പഠിച്ചൊരു കുട്ടി എക്സാം ഹാളിലേക്ക് കയറി 2.5 മണിക്കൂർക്ക് ആ കുട്ടിക്ക് ഇത്ര കാലം പഠിച്ച ഫുള്ള് ഓർമ്മ വരണം. ആ 2.5 മണിക്കൂറിന്റെ എക്സാം കഴിഞ്ഞ് നിങ്ങളെ കുട്ടി പുറത്തിറങ്ങിയിട്ടാണ് ഒരു ഉത്തരങ്ങളെ കുട്ടി തലയ്ക്ക് വരുന്നെങ്കിൽ എന്നോട് സ്ഥാനമല്ല. അതാ എക്സാം സിസ്റ്റം. അത് നിങ്ങളെ കുട്ടി തോറ്റുപോയാ എന്താ പ്രശ്നം? ഫുൾ എ പ്ലസിൽ 9 എന്താ കുഴപ്പം? ഞങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയാൻ പറ്റണം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കൗമാരം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ മക്കള് ജോലിക്ക് വേണ്ടി ഇങ്ങനെ കുറെ പ്രയത്നിക്കുന്നുണ്ടാവും, ഇന്റർവ്യൂകൾക്ക് പോകുന്നുണ്ടാവും, വിസിറ്റിന് പോയിണ്ടാവും, കുടുംബത്തിൽ ആൾക്കാരെ കുത്തുവാക്കിനൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇങ്ങനെ എത്ര വയസ്സായി ഇവിടെ കുത്തർക്ക് ഒരു പണിയില്ല, പണിക്കും പോകില്ല. അവർക്കറിയാം ബാപ്പാനെ ചെലവിലാ മുന്നോട്ട് പോണേ, ബാപ്പ കുറെ ത്യാഗം സഹിക്കണ്ട, ഒക്കെ മക്കൾക്ക് അറിയും. നിങ്ങളും പാടെ പറഞ്ഞാൽ കുട്ടികൾ തകരും. ചേർത്ത് പിടിച്ച് പറയണം, തൽക്കാലം നമ്മൾ വരുമാനം കൊണ്ട് ഒപ്പിച്ച് പോകാം, നമുക്ക് കിട്ടും, ജോലി കിട്ടും, ശ്രമിച്ചോ, സാരല്ല, ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് നോക്കണ്ട. എന്നിട്ട് ബാപ്പ പറഞ്ഞ ഒരു ഉമ്മ പറഞ്ഞ അവിടെ തീരും പ്രശ്നം. നമ്മളും പാടെ നമ്മുടെ ഇങ്ങനെ മുറിവിൽ എരിയുന്നോടത്ത് മുളക് തേക്കുന്ന ഒരു സ്വഭാവം രക്ഷിതാക്കളുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാലഘട്ടം കുറെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ മക്കളെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കൂടെ കിട്ടുള്ളൂ. തിരിച്ച് നമുക്ക് ഉണ്ടാവണം. മക്കളെന്ന് കുറെ അരുതായ്മകൾ കാണും. ഇന്നത്തെ കാലത്ത് പ്രത്യേകം ആലോചിക്കണ്ടേ, കൗമാരം ഹൈസ്കൂൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികള് പല വൈകൃതങ്ങൾക്കും അടിമകളാണ്. അടിമകളാകുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയങ്ങൾക്ക് പോലും, മേക്കപ്പുകൾക്ക് എന്ന് നമ്മുടെ കുട്ടി അടിമപ്പെടാൻ തുടങ്ങി. എന്നാൽ കൊറോണന്റെ മുമ്പുള്ള കാലഘട്ടം കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടം രണ്ടാണ്. 2025 മാറേണ്ടിയിരുന്ന ജനറേഷൻ 2020 പിന്നെ മൊബൈലുകളുടെ സോഷ്യൽ മീഡിയ അതിപ്രസരങ്ങൾ മൂലം മാറിപ്പോയി. നേരത്തെ ജനറേഷൻ മാറിയ കാലഘട്ടം അത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ നിസ്സാരമായ വിഷയങ്ങൾക്ക് അടിമകളാണ്. ഇൻസ്റ്റാഗ്രാം ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പെൺകുട്ടികളെയാണ്. ആ പെൺകുട്ടികൾ ഇങ്ങനെ ഫോട്ടോ ഇടുമ്പോ പിന്നെ അവർക്കില്ലാത്തൊരു ഭംഗി ഇൻസ്റ്റാഗ്രാം കാണിച്ചു കൊടുക്കും. അത് കാണിക്കുന്നതോടുകൂടി നമ്മുടെ മക്കളുള്ളിൽ ഇങ്ങനെ ത്വര വരും, ഈ ഭംഗിയിലേക്ക് എത്താൻ എന്താണ് മാർഗം, വേറെ അതിനേക്കാൾ ഭംഗിയുള്ള നമ്മുടെ മക്കൾ അപകർഷതാ ബോധം ഇങ്ങനെ കയറി വരിക. ഇതൊക്കെ ഒരുപാട് പ്രശ്നം മാനസികമായ കുട്ടികളുടെ മനസ്സിലുണ്ട്. കമ്പാരിറ്റിങ്ങിനെ അപ്പുറത്തെ ആൾക്കാരെ കമ്പയർ, മക്കളെ സ്വൈര്യം സമാധാനം കെടുത്ത നമ്മുടെ കുട്ടികള്. വേറെ ഭാഗത്ത് പ്രണയമില്ല എങ്കിൽ അതിനെ ഭയങ്കര മോശമായിട്ട് അന്ന് കുട്ടികൾക്കിടയിൽ വായിക്കപ്പെടുന്നത്. എനിക്കില്ല, എനിക്കൊക്കെ ആളുണ്ട്, എനിക്ക് ആളില്ല. അപ്പൊ കുട്ടികൾ ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ മതി എനിക്ക് എല്ലാരും നോക്കുന്ന കാലത്ത് കുട്ടികൾ പ്രണയത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. വേറെ ഭാഗത്ത് ലഹരിയുടെ വല ഇങ്ങനെ വീശി നമ്മുടെ മക്കളെ ചുറ്റും ആളുകളുണ്ട്. അതിന്റെ കരിയറാക്കാൻ നമ്മുടെ മക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആത്മാർത്ഥ ആലോചിക്കണ്ടേ, ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടിന്റെ ബാഗിൽ നിന്ന് ലഹരി കിട്ടിയാൽ, നമ്മുടെ കുട്ടിയുടെ മൊബൈലിൽ നിന്നൊരു മോശപ്പെട്ട വീഡിയോ കണ്ടാൽ, നമ്മുടെ കുട്ടികളുടെ നിന്ന് പ്രണയബന്ധം പിടിച്ചാൽ അതിന് ഞങ്ങൾ എന്തോ ഒരു മഹാ അപരാധമായിട്ട് കാണേണ്ടതില്ല. അത് അത്ഭുതമായ കേസല്ല. ഇന്ന് ലോകം മുഴുവൻ മലിനമായി കിടക്കുമ്പോ ആ വല നമ്മുടെ കുട്ടികളെ റാഞ്ചാൻ കാത്തിരിക്കുമ്പോ അതിന്റെ കെണിയിൽ നമ്മുടെ കുട്ടി പെട്ടുപോയാൽ അതിന്റെ പേര് നമ്മുടെ കുട്ടിയെ നമ്മൾ ക്രൂശിക്കരുത്. നമ്മുടെ കുട്ടിയെ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു വണ്ടി ഇടിച്ചാൽ നിങ്ങൾ എന്താ കാട്ടുക? നേരെ അതിന്റെ ചികിത്സക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകും. ഇതേപോലെ ഇത് ഈ കാലഘട്ടത്തിലെ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് എങ്ങാനും എന്റെ കുട്ടി പെട്ടുപോയത് കണ്ടാൽ അതിനെ ചികിത്സിക്കുക. അത് രോഗമാണ് മനസ്സിലാക്കുക, അതൊരു പ്രശ്നമാണ് മനസ്സിലാക്കുക, അതിനെ ചികിത്സിക്കുക. നമ്മുടെ തലച്ചോറിന് മുമ്പിൽ ഇങ്ങനെ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇത് പൂർണ്ണമായ വളർച്ചയെത്ത 25-26 വയസ്സാകുമ്പോൾ തീരുമാനമെടുക്കാൻ മനുഷ്യർക്ക് പ്രാപ്തി നൽകുന്ന ഭാഗം അത്. പക്ഷെ ഒരു കൗമാരക്കാരൻ എപ്പോഴും അതിന്റെ വളർച്ച തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവന് പ്രത്യാഘാതങ്ങൾ അധികം ആലോചിക്കൂല. അപ്പൊ ബൈക്കമ്മ അങ്ങനെ ത്രില്ലടിച്ച് കുട്ടികൾ പോകും, ഭയങ്കര
ഭയങ്കര പോക്കും, മുമ്പ് ഒന്നിച്ചു പോകും, ബാക്ക് ഒന്നിച്ചു പോകും. അവർക്ക് അതിന്റെ ഹരം മാത്രമേ ഒരു മൈൻഡിലുള്ളൂ. പക്ഷെ അത് കാണുന്നൊരു 30 വയസ്സുകാരൻ ആ ചങ്ങായിപ്പോടെ പോയി വീണാൻ എന്ത് സംഭവിക്കാൻ ചിന്തിക്കും. പക്ഷെ ആ ചിന്ത നമ്മുടെ കുട്ടിക്ക് ആ പ്രായത്തിൽ വരുന്നില്ല. ഇതെല്ലാ വിഷയത്തിലും അങ്ങനെ. ആ കുട്ടി എടുക്കുന്ന ഓരോ തീരുമാനം അപക്വമായ കാര്യക്കാരും. അവിടെ നമ്മുടെ കുട്ടിക്ക് ഒരു പനി വന്നാൽ ഡോക്ടറെ പോയി കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ കുട്ടിയിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ നമ്മളതിനെ വളരെ ബോധപൂർവം കൈകാര്യം ചെയ്യണം. അതിന്റെ പേരിൽ ആ കുട്ടിയെ പൂർണ്ണമായി സംശയത്തോടെ അടിസ്ഥാനത്തിൽ കണ്ട് ഒന്നും ആവശ്യമില്ല. അതിനാ കുട്ടി ചികിത്സിക്കുക, ആ കുട്ടി കൃത്യമായി ഗൈഡൻസ് കൊടുക്കുക. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് നമ്മുടെ കുട്ടിനെ കൊണ്ടുപോകുന്ന അതിനെ മോശപ്പെട്ട കാര്യമായിട്ട് കാണണ്ട.